അടുത്തതായി ഗാമറ്റോജെനിസിസ് ഇൻ മെയിൽ. ഗാമറ്റോജെനിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് എന്താണ്? ഗാമെറ്റ് ഫോർമേഷൻ. സോ മെയിലിൽ ഗാമെറ്റ് ഫോർമേഷനെ നമ്മൾ വിളിച്ച പേരാണ് സ്പെർമാറ്റോജെനിസിസ്. അതുകൊണ്ടാണ് ഗാമറ്റോജെനിസിസ് ഇൻ മെയിൽ, അല്ലെങ്കിൽ നമുക്കതിനെ പറയാം സ്പെർമാറ്റോജെനിസിസ്. ബിക്കോസ് സ്പേം ആണ് ഇവിടെ ഫോം ചെയ്യണത്. ഇവിടുത്തെ മെയിലിൽ ഗാമെറ്റ് ഏതാണ്? സ്പേം ആണ്. സോ മെയിലിൽ പ്രൈമറി സെക്സ് ഓർഗൻ ഏതാണ്? നമ്മൾ പറഞ്ഞു ഏതാണ്? ടെസ്റ്റിസ് ആണ്. സോ മെയിലിൽ പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് പറയുന്നത് ടെസ്റ്റിസ് ആണ്. സോ ഈ ടെസ്റ്റിസിലാണ് നമ്മൾ പറഞ്ഞ ഇൻസൈഡ് ദ സെമിനിഫറസ് ട്യൂബ്യൂൾ ഇമ്മെച്യൂർ ജേം സെൽ. സോ സെമിനിഫറസ് ട്യൂബ്യൂൾ 1 to 3 ഹൈലി കോയിൽഡ് ആയിട്ടുള്ള സെമിനിഫറസ് ട്യൂബ്യൂളിൽ ഇമ്മെച്യൂർ ആയിട്ടുള്ള ജേം സെൽസ് അഥവാ സ്പെർമാറ്റോഗോണിയ ഉണ്ടായിരിക്കും. ഇമ്മെച്യൂർ ആയിട്ടുള്ള ജേം സെൽസ് അഥവാ സ്പെർമാറ്റോഗോണിയ, ഇവരാണ് ഈ സ്പെർമാറ്റോഗോണിയ അഥവാ ജേം സെൽസ് ആണ് ടെസ്റ്റിസിൻ്റെ ഉള്ളിൽ, അതായത് സെമിനിഫറസ് ട്യൂബിൻ്റെ ഉള്ളിൽ സ്പേം പ്രൊഡ്യൂസ് ചെയ്യണേ. സോ സ്പെർമാറ്റോഗോണിയ സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സ്പെർമാറ്റോജെനിസിസ്. അപ്പോൾ ഒരു മെയിലിൻ്റെ പ്യൂബർട്ടി സമയത്ത് മാത്രമേ സ്പെർമാറ്റോജെനിസിസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. നമ്മൾ പറഞ്ഞു റീപ്രൊഡക്റ്റീവ് ഇവൻറ്റുകൾ മെയിലിലും ഫീമെയിലും ഒരുപാട് റിമാർക്കബിൾ ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒന്ന് നമ്മൾ പറഞ്ഞു, മെയിലിൽ ഓൾഡ് മെൻ ആണെങ്കിലും അവർക്ക് സ്പേം ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കും. ഓവം ഫോർമേഷൻ ആണെങ്കിൽ ഫീമെയിലിൽ അറൗണ്ട് 50 years ഏജിലൊക്കെ അത് സ്റ്റോപ്പ് ആവും. അതൊരു ഡിഫറൻസ്. അതുപോലെ തന്നെ വേറൊരു ഡിഫറൻസ് ആണ്, മെയിലിൽ സ്പെർമാറ്റോജെനിസിസ് അല്ലെങ്കിൽ ഗാമെറ്റ് ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്യൂബർട്ടിയിലാണ്. ഒരു മെയിൽ പ്യൂബർട്ടി സ്റ്റേജിൽ ആയിരിക്കുമ്പോൾ മാത്രമേ അവരുടെ ബോഡിയിൽ സ്പേം ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതേസമയം ഫീമെയിലിൽ ഡിഫറെൻ്റ് ആണ്. സോ നോക്കാം നമുക്ക്. അറ്റ് പ്യൂബർട്ടി, ഒരു മെയിലിൽ പ്യൂബർട്ടി ആയിരിക്കുമ്പോൾ സ്പെർമാറ്റോജെനിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സോ ആദ്യം അവരുടെ സെമിനിഫറസ് ട്യൂബ്യൂളിൽ സ്പെർമാറ്റോഗോണിയ ഉണ്ടായിരിക്കും. സ്പെർമാറ്റോഗോണിയ പ്യൂബർട്ടി സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. ആ സ്പെർമാറ്റോഗോണിയാണ് നമ്മൾ പറഞ്ഞ സ്പേമായിട്ട് മാറാൻ പോകുന്നത്. അപ്പോൾ ആ സ്പെർമാറ്റോഗോണിയ സ്പേമായിട്ട് മാറുന്നതിന് മുമ്പുള്ള സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? ആ സ്പെർമാറ്റോഗോണിയ പ്യൂബർട്ടി ടൈമിൽ പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങും. ആ സ്പെർമാറ്റോഗോണിയെ കുറേ മൈറ്റോട്ടിക് ഡിവിഷൻ, മൾട്ടിപ്ലൈ ചെയ്ത് മൈറ്റോട്ടിക് ഡിവിഷൻ വഴി ഒരുപാട് മൾട്ടിപ്ലൈ ചെയ്ത് ഇൻക്രീസ് ഇൻ നമ്പർ, അവരുടെ സ്പെർമാറ്റോഗോണിയയുടെ നമ്പർ കൂടാൻ തുടങ്ങും. സോ ഒരു മെയിൽ പ്യൂബർട്ടി ആകുമ്പോൾ അവരുടെ ബോഡിയിൽ സ്പെർമാറ്റോഗോണിയ മൈറ്റോട്ടിക് ഡിവിഷൻ വഴി മൾട്ടിപ്ലൈ ചെയ്ത് ഒരുപാട് സ്പെർമാറ്റോഗോണിയ ഉണ്ടാവും. അതാണ് ഇൻക്രീസ് ഇൻ നമ്പർ. അങ്ങനെ അപ്പോൾ ഉണ്ടാവുന്ന ഓരോ സ്പെർമാറ്റോഗോണിയും ഡിപ്ലോയിഡ് ആയിരിക്കും. 2n ക്രോമസോം കണ്ടീഷൻ ആയിരിക്കും. അവിടെയുള്ള ക്രോമസോം എന്ന് പറയുന്നത് 46 നമ്പർ ഓഫ് ക്രോമസോം ആയിരിക്കും. അത് ഡിപ്ലോയിഡ് ആയുള്ള എല്ലാം 46 ആണ്. 2n കണ്ടീഷൻ അഥവാ ഡിപ്ലോയിഡ് എന്ന് പറയുന്നത് 46 നമ്പർ ഓഫ് ക്രോമസോം ആയിരിക്കും. സോ ഒരു മെയിൽ പ്യൂബർട്ടിയിൽ സ്പെർമാറ്റോഗോണിയ മൈറ്റോട്ടിക് ഡിവിഷൻ വഴി മൾട്ടിപ്ലൈ ചെയ്ത് കുറേ സ്പെർമാറ്റോഗോണിയ ഉണ്ടാവും. അവരുടെ ക്രോമസോം കണ്ടീഷൻ എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് അഥവാ 46 നമ്പർ ഓഫ് ക്രോമസോം. ഇനി ഈ സ്പെർമാറ്റോഗോണിയത്തിന് എന്ത് സംഭവിക്കുന്നു? സോ സ്പെർമാറ്റോഗോണിയ നമ്മൾ പറഞ്ഞു 46 നമ്പറാണ്, 2n കണ്ടീഷനാണ്. ഈ കുറേ സ്പെർമാറ്റോഗോണിയ മെയിലുണ്ടാവും പ്യൂബർട്ടി ആകുമ്പോൾ. ആ പ്യൂബർട്ടിയിൽ കുറച്ച് സ്പെർമാറ്റോഗോണിയ, ചില സ്പെർമാറ്റോഗോണിയ എന്തായിട്ട് മാറും? പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ആയിട്ട് മാറും. കുറച്ച് സ്പെർമാറ്റോഗോണിയ എന്തായിട്ട് മാറും? പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്. അപ്പോഴും അവരുടെ ക്രോമസോം നമ്പർ കണ്ടീഷനിൽ വ്യത്യാസമില്ല, 2n തന്നെയാണ്. ബിക്കോസ് എന്താണ്? സ്പെർമാറ്റോഗോണിയ തന്നെയാണ് കുറച്ച് പേര് എന്തായിട്ട് മാറുന്നത്? പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ആയിട്ട് മാറുന്നു. അതുകൊണ്ട് സെയിം ഡിപ്ലോയിഡ് കണ്ടീഷനാണ്, 46 നമ്പർ ഓഫ് ക്രോമസോമാണ്. ഈ പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ ഇനി മിയോസിസ് അഥവാ റിഡക്ഷൻ ഡിവിഷൻ, റീപ്രൊഡക്റ്റീവ് ഗ്യാമറ്റുകൾ അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് സെല്ലുകൾ സ്ട്രക്ചർ ഉണ്ടാവാൻ വേണ്ടി ഗ്യാമറ്റ് ഫോർമേഷന് വേണ്ടി നടക്കുന്ന ഡിവിഷനാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? മിയോസിസ്. സോ മിയോസിസിൻ്റെ ഫസ്റ്റ് മിയോസിസ് ഈ പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ നടക്കും. ആദ്യത്തെ മിയോസിസ്, അതായത് മിയോസിസ് 1 നടക്കും. ഇപ്പോൾ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഡിപ്ലോയിഡ് കണ്ടീഷനുള്ള 46 നമ്പർ ഓഫ് ക്രോമസോമുള്ള പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് മിയോസിസ് 1 അഥവാ ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ കഴിഞ്ഞിട്ട് എന്തായിട്ട് മാറും? സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ആയിട്ട് മാറും. പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് മിയോസിസ് 1 കഴിയുമ്പോൾ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്. അങ്ങനെ മിയോസിസ് 1 കഴിയുമ്പോൾ 2 ഈക്വൽ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്. അപ്പോൾ മിയോസിസ് കഴിഞ്ഞതുകൊണ്ട് അതിൻ്റെ ക്രോമസോം നമ്പർ കണ്ടീഷൻ ഹാഫായിട്ട് മാറും. 46 നിന്ന് 23 നമ്പർ ഓഫ് ക്രോമസോം. അപ്പോൾ നമ്മൾ എന്ത് പറയും? ഹാപ്ലോയിഡ്. മിയോസിസ് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും കിട്ടുക ഹാപ്ലോയിഡ് ആയിട്ടുള്ള ക്രോമസോംസ് ആയി. സോ ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ കഴിയുമ്പോൾ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്സ് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ആയിട്ട് മാറും. 23 ക്രോമസോം അഥവാ ഹാപ്ലോയിഡ് കണ്ടീഷൻ.
അപ്പോൾ മിയോസിസ് 1 മാത്രമേ കഴിഞ്ഞുള്ളൂ, ഇനി ഒരു മിയോസിസും കൂടി വേണമല്ലോ. അപ്പോൾ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് വീണ്ടും ഒരു മിയോട്ടിക് ഡിവിഷൻ, സെക്കൻഡ് മിയോസിസ് അഥവാ മിയോസിസ് 2 കഴിയുമ്പോൾ എന്തായിട്ട് മാറും? 4 സ്പെർമാറ്റിഡ്, 4 സ്പെർമാറ്റിഡ്സ് ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് മിയോസിസ് 2 കഴിയുമ്പോൾ നമുക്ക് 4 ഹാപ്ലോയിഡ് ഗാമറ്റുകളാണ് ഉണ്ടാവുന്നത്, അതാണ് 4 സ്പെർമാറ്റിഡ്. അപ്പോൾ എന്താണ് ഉണ്ടാവുന്നത്? ക്രോമസോം കണ്ടീഷൻ ഹാപ്ലോയിഡ് ആണ്, N23 നമ്പർ ഓഫ് ക്രോമസോം അഥവാ ഹാപ്ലോയിഡ് എന്ന് പറയും. ഈ 4 സ്പെർമാറ്റിഡുകളും ട്രാൻസ്ഫോം ചെയ്ത് സ്പെർമാറ്റോസോവ അഥവാ സ്പേമായിട്ട് മാറും. 4 സ്പെർമാറ്റിഡുകളും ട്രാൻസ്ഫോം ചെയ്ത് എന്തായിട്ട് മാറും? സ്പെർമാറ്റോസോവ അഥവാ സ്പേമായിട്ട് മാറും. ആ പ്രോസസ്സിനെ സ്പെർമാറ്റിഡ് സ്പെർമാറ്റോസോവ ആയിട്ട് മാറുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സ്പെർമിയോജെനിസിസ്. സ്പെർമാറ്റിഡ് ട്രാൻസ്ഫോംഡ് ഇൻ ടു സ്പെർമാറ്റോസോവ, ആ പ്രോസസ്സിൻ്റെ പേരാണ് സ്പെർമിയോജെനിസിസ്. അപ്പോഴും അത് കംപ്ലീറ്റ് ആയില്ല, സ്പെർമാറ്റോസോവ അല്ലെങ്കിൽ സ്പേം എന്നും നമുക്ക് വിളിക്കാം. ഈ സ്പെർമാറ്റോസോവ സ്പെർമിയോജെനിസിസ് കഴിഞ്ഞതിന് ശേഷം ഈ സ്പെർമിൻ്റെ ഹെഡ് പോർഷൻ അതിൻ്റെ അടുത്ത് സെമിനിഫറസ് ട്യൂബ്യൂളിൽ ജേം സെൽസ് പോരാണ്ട് ജേം സെൽസിനെ നറിഷ് ചെയ്യാൻ ഒരാളുണ്ടെന്ന് പറഞ്ഞാൽ ആരായിരുന്നു? സെർട്ടോളി സെൽസ്. അപ്പോൾ ഈ സ്പേമുകൾ സെർട്ടോളി സെൽസിൽ സ്പേമിൻ്റെ ഹെഡുകൾ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് എംബഡഡായി കിടക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ആ സ്പേമിന് വേണ്ടിയുള്ള നറിഷ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. സോ സ്പെർമാറ്റോസോവ സ്പെർമിയോജെനിസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സിന് ശേഷം സ്പേമിൻ്റെ ഹെഡ് എംബഡഡ് ചെയ്ത് സെർട്ടോളി സെൽസിൽ കിടന്ന് അതിന് സ്പേമിന് വേണ്ടിയുള്ള നറിഷ്മെൻറ്റുകൾ ഫുള്ളായിട്ട് അച്ചീവ് ചെയ്യും. അതിനുശേഷം മാത്രം സെർട്ടോളി സെൽസിൽ കിടന്ന് നറിഷ്മെൻറ്റ് സ്വീകരിച്ചതിന് ശേഷം മാത്രം അതെന്ത് ചെയ്യും? ഫൈനലി അത് സെമിനിഫറസ് ട്യൂബിളിൻ്റെ ഉള്ളിൽ നിന്ന്, നമ്മുടെ കോയിൽഡ് ആയിട്ടുള്ള സെമിനിഫറസ് ട്യൂബിൽ നിന്ന് റിലീസ് ചെയ്യും. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സ്പെർമിയേഷൻ. സോ സ്പേം പുറത്ത് വരുന്ന ആ പ്രോസസ്സാണ് സ്പെർമിയേഷൻ. അപ്പോൾ അതാണ് പിക്ചറായിട്ട് നമ്മളിവിടെ കാണിച്ചേക്കണത്. സോ നമ്മുടെ പ്യൂബർട്ടി സമയത്ത് ഒരു മെയിലിൽ പ്യൂബർട്ടി ആയിരിക്കുമ്പോൾ അവരുടെ ബോഡിയിൽ സ്പെർമാറ്റോഗോണിയ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. ആ സ്പെർമാറ്റോഗോണിയ 2n കണ്ടീഷൻ ആയിരിക്കും, 46 നമ്പർ ഓഫ് ക്രോമസോം ആയിരിക്കും. ഈ 46 നമ്പർ ഓഫ് ക്രോമസോമുള്ള സ്പെർമാറ്റോഗോണിയ, ഡിപ്ലോയിഡ് കണ്ടീഷനിലുള്ള സ്പെർമാറ്റോഗോണിയ ഒരുപാട് മൈറ്റോട്ടിക് ഡിവിഷൻ കണ്ടിന്യൂസ് ആയിട്ട് കുറേ മൾട്ടിപ്ലൈ ചെയ്ത് കുറേ മൈറ്റോട്ടിക് ഡിവിഷനിലൂടെ എന്തായിട്ട് പറയും? ചില സ്പെർമാറ്റോഗോണിയ മാത്രം എന്തായിട്ട് പറയും? അതിൽ കുറച്ച് ഇതൊക്കെയാണ് കുറേ സ്പെർമാറ്റോഗോണിയകളാണ്. ഓരോ സ്പെർമാറ്റോഗോണിയും മൾട്ടിപ്ലൈ ചെയ്ത് കുറേ സ്പെർമാറ്റോഗോണിയകൾ ഉണ്ടാവും. അതിൽ ചില സ്പെർമാറ്റോഗോണികൾ എന്തായിട്ട് മാറും? പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ആയിട്ട് മാറുന്നുണ്ട്. അത് തന്നെ സ്പെർമാറ്റോഗോണിയുടെ അതേ ക്രോമസോം കണ്ടീഷനുള്ള പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ആയിട്ട് മാറുന്നു. ആ പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ ആദ്യത്തെ മിയോസിസ് 1 കഴിഞ്ഞിട്ട് അവരെന്തായിട്ട് മാറുന്നു? സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്. സോ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്സ് മിയോസിസ് 1 കഴിയുമ്പോൾ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്സ് ആയിട്ട് മാറുന്നു. ഈ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്സിൽ അടുത്ത മിയോസിസ് കഴിയുമ്പോൾ മിയോസിസ് 2 കഴിയുമ്പോൾ അവരെന്തായിട്ട് മാറുന്നു? സ്പെർമാറ്റിഡുകളായിട്ട് മാറുന്നു. എത്രയാണ്? 4 സ്പെർമാറ്റിഡ്. അതാണ് 1 2 3 4 സ്പെർമാറ്റിഡുകളായിട്ട് മാറുന്നു. ഈ സ്പെർമാറ്റിഡുകൾ വീണ്ടും ആ പ്രോസസ്സുകൾ എന്താ? സ്പെർമിയോജെനിസിസ് വഴിയാണ്. സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്സ് സ്പെർമാറ്റിഡായിട്ട് മാറുന്നത് സ്പെർമിയോജെനിസിസ് എന്ന പ്രോസസ്സ്. ഈ സ്പെർമാറ്റിഡുകൾ സെർട്ടോളി സെൽസിൽ വന്ന് എംബഡഡ്, സ്പെർമിൻ്റെ ഹെഡുകൾ സെർട്ടോളി സെൽസിൽ വന്ന് എംബഡഡ് ആയിട്ട് കിടന്നിട്ട് അത് സ്പെർമാറ്റോസോവയായിട്ട് മാറും. ഫൈനലി അത് റിലീസ് ചെയ്യുന്നത് സെർട്ടോളി സെൽസിൽ നിന്ന് എന്ത് ഫോമിലാണ്? സ്പെർമിയേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിലാണ് അത് തിരിച്ചു വരുന്നത്. എത്രയാണ് സ്പെർമാറ്റോജെനിസിസ് ഇൻ മെയിൽ? ഒരിക്കൽ കൂടി പറയാം. ആദ്യം ഒരു മെയിൽ പ്യൂബർട്ടി ആകുമ്പോൾ അവരുടെ ബോഡിയിൽ ഒരുപാട് സ്പെർമാറ്റോഗോണിയ പ്രൊഡ്യൂസ് ചെയ്യും. ആ സ്പെർമാറ്റോഗോണിയ മൈറ്റോട്ടിക് ഡിവിഷൻ വഴി ഇൻക്രീസ് ചെയ്ത് നമ്പർ കൂടാൻ തുടങ്ങും. അങ്ങനെ ഓരോ സ്പെർമാറ്റോഗോണിയത്തിലും ഡിപ്ലോയിഡ് കണ്ടീഷൻ ആയിരിക്കും, ക്രോമസോം നമ്പർ 46 ആയിരിക്കും. അതിൽ ചില സ്പെർമാറ്റോഗോണിയ മാത്രം എന്തായിട്ട് മാറും? പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ആയിട്ട് മാറും. ആ പ്രൈമറി സ്പെർമാറ്റോസൈറ്റിനും സെയിം ക്രോമസോം കണ്ടീഷൻ ആയിരിക്കും സ്പെർമാറ്റോഗോണിയനെ പോലെ തന്നെ. അതിൽ പ്രൈമറി സൈറ്റിൽ ആദ്യത്തെ മിയോസിസ് 1 കഴിയുമ്പോൾ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ആയിട്ട് മാറും. രണ്ടാമത്തെ മിയോസിസ് കഴിയുമ്പോൾ 4 സ്പെർമാറ്റിഡുകളായിട്ട് മാറും. അവർ ട്രാൻസ്ഫോം ചെയ്ത് ഒരു സ്പെർമായിട്ട് മാറും. അവർ സെർട്ടോളി സെൽസിൽ വന്ന് എംബഡഡ് ചെയ്ത് സെമിനിഫറസ് ട്യൂബിൽ നിന്ന് ഫൈനലി റിലീസ് ചെയ്യുമ്പോൾ അത് ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സ്പെർമിയേഷൻ. ഇതാണ് സ്പെർമാറ്റോജെനിസിസ് ഇൻ മെയിൽ.